എടാ അതുലേ, നിന്റെ അച്ഛനെയാണ് അടിച്ച് ആശുപത്രിയിലാക്കിയത്. അമ്മ പറഞ്ഞില്ലഞ്ഞു. ഓ, അമ്മ ആരാന്ന് വെച്ചിട്ട് പറയാ എന്ന് കരുതിയിട്ടായിരിക്കും. അതിലെ ജസ്ന സലീം എന്ന് പറയുന്ന സ്ത്രീ, അവ സ്ത്രീ എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. എല്ലാവരും ഗുരുവായൂരിന് ഇങ്ങോട്ട് പായസം കൊണ്ടുവരുന്ന സമയത്ത് ഞാനിതേ ഗുരുവായൂരപ്പൻ അങ്ങോട്ട് പായസം കൊണ്ടു കൊടുക്കുക കേട്ടോ. എടാ അതുലേ, അതുലല്ല, സോറി, സൗണ്ട് തോമേ. ഓ, എന്തോ നമ്മൾ സൗണ്ട് തോമയൊക്കെ തന്നെയാണ്. പിന്നെ വേറൊരു കേസ്, സൗണ്ട് തോമയെന്ന് വിളിച്ചപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ഒരു അംഗീകാരമായിട്ടാണ് തോന്നിയത്. ജനപ്രിയ നായകൻ ദിലീപിന്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടർ അഭിനയിച്ച ഒരു പടമാണ് ഈ സൗണ്ട് തോമ. അതിൽ ആ ക്യാരക്ടറുമായിട്ട് കമ്പയർ ചെയ്ത് തന്നെ പറയുമ്പോൾ സത്യമൊക്കെ നമസ്കാരം. എടി പന്ന പട്ടി മോളെ ജസ്ന സലീമേ, 13 തന്തയ്ക്ക് പറഞ്ഞവളെ എന്ന് തന്നെ നിന്നെ ഞാൻ വിളിക്കും. അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും ഹെഡ്സെറ്റ് വെക്കാനും മറക്കണ്ട. കാരണം ഞാൻ ചിലപ്പോ ഒന്നല്ല, ഇവളുടെ തന്തയ്ക്ക് ഞാൻ വിളിക്കും. എന്നാലും അധികം ഞാൻ വിളിക്കത്തില്ല, തായ് ഭൂമി വെച്ച് തെറി വിളിക്കത്തില്ല, ഇവളുടെ തന്തയ്ക്ക് ഞാൻ വിളിക്കും. കാരണം ഇവൾക്ക് തന്തയില്ലാത്ത ഒരു തീരെ തന്തയ്ക്ക് വിളിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമില്ലേ. കാരണം ഇവളെ തള്ളയെടുത്ത് ചോദിച്ചാലും ഇവളെ തള്ളയ്ക്ക് അറിയത്തില്ല അവൾക്ക് തന്തയുണ്ടോന്ന്. കാരണം 10-14 കയറി ഇറങ്ങി പൊക്കിയാണല്ലോ. അങ്ങനെ ഉണ്ടായതാണല്ലോ ഈ ഒരു പ്രസ്ഥാനം. അതുകൊണ്ട് ഇവളുടെ തള്ളയ്ക്ക് പോലും അറിയത്തില്ല ഇവൾക്ക് എത്ര തന്തമാരുണ്ടെന്ന്. അങ്ങനത്തെ ഒരു കാവടി മോളാണ്. ഏത് മോള്? തൃക്കാവടി, അപരാധി, അടുത്ത് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെയാണ് ഈ മോള്. അപ്പോൾ ഹെഡ്സെറ്റ് യൂസ് ചെയ്യാൻ മറക്കണ്ട. അപ്പം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വിഷയം എന്താണെന്ന് നിങ്ങൾ അറിയണമല്ലോ. ഞാൻ വെറുതെ വന്നിരുന്നു അയാളുടെ തന്തയ്ക്ക് വിളിക്കത്തില്ലല്ലോ, നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പോൾ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ജസ്ന സലീം മറ്റേ പായസം ഉണ്ടാക്കിക്കൊണ്ട് കെട്ടി എഴുന്നള്ളി ഗുരുവായൂർ അമ്പലത്തിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഞാൻ വിമർശിച്ചു. ഞാൻ പറഞ്ഞു മോളെ എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞു. എന്ന് പറഞ്ഞ് ചീത്തയൊന്നും വിളിച്ചില്ല ഇന്നലെ. ഇന്നാണ് ഞാൻ തെറി വിളിക്കാൻ തുടങ്ങിയത്. അതിന് റീസൺ ഉണ്ട്, അതിലോട്ട് ഞാൻ വരാം. അപ്പോൾ മരണ്യവും മര്യാദയ്ക്കും ഞാൻ വിമർശിച്ചു. ഇവള് മറ്റേ ഉണ്ടാക്കാനായിട്ട് അവിടെ പോയി മതങ്ങളെ തമ്മിലടിപ്പിക്കുന്ന പരിപാടിയാണ് ചെയ്യുന്നത്, അമ്മാതിരി ചെറ്റ പരിപാടിയാണ് ഇവള് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓപ്പണായിട്ട് ഞാൻ തുറന്നു പറഞ്ഞു. ഓക്കെ, അപ്പോൾ എൻ്റെ കമന്റ് ബോക്സ് നോക്കിയപ്പോൾ ആൾക്കാർ മൊത്തം എനിക്ക് സപ്പോർട്ടാണ്. ഇത് കണ്ട ജസ്നയ്ക്ക് എന്ത് ചെയ്തു? കുരു പൊട്ടിയിട്ട് ഇവള് വീട്ടിലിരിക്കുന്നവരെ വിളിച്ച്. അപ്പൊ പിന്നെ നമ്മള് വായ് പൊത്തി മിണ്ടായിരിക്കാൻ മറ്റേ ശ്രീനാരായണ ഗുരു ഒന്നും അല്ല. എൻ്റെ വീട്ടിലുള്ളവരെ വിളിച്ച് ഞാൻ 10 തിരിച്ച് വിളിക്കാതെ പോയി കഴിഞ്ഞാൽ എൻ്റെ മനസ്സിന് സമാധാനം കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ട് എന്നെ വിളിച്ചാൽ ഞാൻ വിളിക്കും, അല്ലാണ്ട് എൻ്റെ മാന്യത കീപ്പ് ചെയ്ത് എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. എൻ്റെ വീട്ടിലുള്ളവരെ വിളിച്ചാൽ ഞാൻ തിരിച്ച് 10, 18 ഒക്കെ ഞാൻ തിരിച്ച് വിളിക്കും. അപ്പോൾ ഈ തന്തയില്ലാത്തവളെ, പല തന്തയ്ക്ക് പറഞ്ഞവളെ 10 പറയാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആര്? ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നല്ല പോലെ തന്തയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് മനസ്സിനൊരു ആശ്വാസവും സമാധാനം കിട്ടി. ഞാൻ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ 10 തെറി വിളിക്കുമ്പം എനിക്കൊരു സമാധാനം കിട്ടും. അങ്ങനെ ഒന്ന് ചാടിത്തന്നാണ് ഈ പറയുന്ന കടയാടി മോള്. ഓക്കെ, അങ്ങനെ 10 തെറി വിളിച്ചപ്പോൾ എൻ്റെ മനസ്സിന് എനിക്ക് ഒരു സമാധാനവും തൃപ്തിയുമായി, സന്തോഷം. അപ്പോൾ നമുക്കൊരു അറിയാൻ തുടങ്ങാം. വിഷയങ്ങളിൽ നിന്ന് തന്നെ ആദ്യം തുടങ്ങാം. ഈ കടയാടി മോള് ഈ ഗുരുവായൂർ അമ്പലം നടയിൽ പോയിട്ട് പായസം ഉണ്ടാക്കിക്കൊണ്ട് അങ്ങോട്ട് കെട്ടി എഴുന്നള്ളിപ്പോയി. ഹിന്ദു വിശ്വാസികളായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യും. നമുക്ക് വീട്ടിൽ നിന്ന് പായസം ഉണ്ടാക്കിക്കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റുമോ? പറ്റത്തില്ല അല്ലെ? ഞാനൊരു ക്രിസ്ത്യൻ മതവിശ്വാസിയാണ് എന്ന് വെച്ചിട്ട് അമ്പലങ്ങളിലോ മറ്റു പള്ളികളിലോ നടക്കുന്ന ആചാരങ്ങളെ അവിടെ പോയി വ്രണപ്പെടുത്തുക എന്ന പരിപാടി ഞാൻ ചെയ്യാറില്ല. ഈ ജസ്ന സലീം മതങ്ങളെ തമ്മിലടിപ്പിക്കുകയാണ്. ഇവള് മുസ്ലിം ആയതുകൊണ്ട് തന്നെ അവിടെ പോയി ഇങ്ങനത്തെ പരിപാടി ചെയ്യുമ്പോൾ ഹിന്ദുക്കൾ ഉറപ്പായിട്ടും ഇളകും, ഇതിനെതിരെ ഇളകും എന്നുള്ളൊരു കാര്യം അവർക്കറിയാം. അതുകൊണ്ട് തന്നെ മതങ്ങളെ തമ്മിലടിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു പ്രോസസ്സാണ് ഇവൾ ഇവിടെ ചെയ്യുന്നത്. ഞാൻ ഒരു കാര്യം പറയാം, ഇവൾ എന്തെങ്കിലും പേക്കൂത്ത് കാണിച്ചെന്ന് വെച്ചിട്ട് ഒരിക്കലും നിങ്ങൾ ആരും മതങ്ങളെ ഒരു വിശ്വാസികളും തമ്മിൽ അടിക്കരുത്. കാരണം ഇവള് മതങ്ങളെ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടി വരുന്ന ഒരു കടയാടിയാണ്. ആ സ്ഥിതിക്ക് നിങ്ങൾ അതുപോലെ ആകരുത്. ഇവളെന്തെങ്കിലും ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളെ തല്ലി തീർത്താലും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ബാക്കിയുള്ള മുസ്ലിങ്ങളെ പറയുകയും ബാക്കിയുള്ള മുസ്ലിംസിനെ വെറുക്കുകയോ ഒരിക്കലും ഹിന്ദു മതവിശ്വാസികൾ ചെയ്യരുത്. കാരണം ഇവളെ പോലെ ഓരോ കഴുപ്പണം കെട്ടത് കാരണമാണ് അവർക്കും കൂടി നാണക്കേടുണ്ടാവുന്നത്. ഇതിനെയൊക്കെ തല്ലിയെടുത്ത് എവിടെയെങ്കിലും എറിയാനും ആരും ഇല്ല എന്നാണ് ഞാൻ ചില സമയത്ത് ആലോചിക്കുന്നത്. ഇത് അവിടെ വരുന്ന സമയത്ത് ഉറപ്പായിട്ടും പോലീസിൽ ആരെങ്കിലും അറിയിച്ചിട്ട് ഇതിനെയൊക്കെ പിടിച്ചോണ്ട് പോകാനുള്ള എന്തെങ്കിലും വകുപ്പ് നോക്കുക. ഇതൊക്കെ അവിടെ വരുന്ന സമയത്ത് ആരെങ്കിലും ഒക്കെ കാണുമല്ലോ, അവിടുത്തെ ദേവസ്വം ബോർഡോ ആരെങ്കിലും ഒക്കെ പരാതി പോലീസിലേക്ക് വിളിച്ചു പറയുക, ഇതിനെ പിടിച്ചോണ്ട് പോകാനുള്ള എന്തെങ്കിലും ഒരു വകുപ്പ് ഉണ്ടാക്കുക. ഗുരുവായൂർ അമ്പല നടയിൽ വന്നിട്ട് അവളുടെ ആ ഒരു വൃത്തികെട്ട മൈൻഡ് സെറ്റാണ്, വർഗീയത നിറഞ്ഞ മൈൻഡ് സെറ്റാണ് അവിടെ ഇറക്കുന്നത്. അവിടെ എങ്ങനെയെങ്കിലും മതങ്ങളെ തമ്മിലടിപ്പിക്കുക എന്നുള്ള ഒരു സാധനമാണ് അവൾ ഇറക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ അതിന് ഒരു വളം വെച്ച് കൊടുക്കുകയും വഴിയൊരുക്കി കൊടുക്കുകയും ചെയ്യരുത്. ഇതിനെയൊക്കെ നിയമത്തിന്റെ മുന്നിൽ പിടിച്ചിട്ട് കൊടുക്കുക. ഇവളൊറ്റ ഒരു കാരണമാണ് ഗുരുവായൂർ അമ്പലം നടയിൽ പോയിട്ട് ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നുള്ള നിയമം അടക്കം വന്നിട്ടുള്ളത്.
ഓക്കെ, ആ സ്ഥിതിക്ക് ഇവർക്കെതിരെ ശക്തമായ നടപടി എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വീണ്ടും വന്നിട്ട് മതങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി വർഗീയത നിറഞ്ഞ് ഇത്തരം വൃത്തികെട്ട സാധനങ്ങൾ അവിടെ ചെയ്യുന്ന ഓരോ പേക്കൂത്തുകൾക്കും അടിച്ച് റൊട്ടിയാക്കിയെടുത്ത് റൊട്ടി എറിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, എന്തായാലും അമ്പലനടയിലേക്ക് ഇവിടെ പായസം കൊണ്ട് കെട്ടി എഴുന്നുള്ള ആ വീഡിയോ ഒന്ന് കാണാം. ആദ്യം അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. എന്നിട്ട് ഇവിടെ തന്തയ്ക്കുള്ളിൽ പോയി നിൽക്കും. എല്ലാവരും ഗുരുവായൂരിന്ന് ഇങ്ങോട്ട് പായസം കൊണ്ടുവരുന്ന സമയത്ത് ഞാനിത് ഗുരുവായൂരപ്പൻ അങ്ങോട്ട് പായസം കൊണ്ട് കൊടുക്കുക കേട്ടോ. കെട്ടി എഴുന്നള്ളി എവിടെയെങ്കിലും പോയി എന്തെങ്കിലും വിഷയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രാവിലെ ഉടുത്തൊരുങ്ങി അങ്ങോട്ട് ഇറങ്ങിക്കോളും. കടയാടി മക്കള്, തന്തയ്ക്ക് പറക്കാത്തവള്, ഇവളെയൊക്കെയാണ് ആടിച്ച് നൂത്തെടുത്ത് റോട്ടി എറിയേണ്ടത്. ഇനി ഇതിനുശേഷം ഞാൻ ഈ ആദ്യം കാണിച്ചില്ല വീഡിയോ, അത് ഞാൻ വിമർശിച്ച് അവളെ തന്തയ്ക്കോ തള്ളയ്ക്കോ ആർക്കും വിളിക്കാനുണ്ട് ഞാൻ വീഡിയോ ഇട്ടപ്പോ അവക്ക് ചൊരുക്ക്. അവള് വന്നിട്ട് എന്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്നത്. പിന്നെ വിടുവോ ഈ കടയാടി മോളെ, തന്തയ്ക്ക് പറക്കാത്ത സാധനം 10-14 ഉണ്ടായ ഈ സാധനത്തിന് ഞാൻ വെറുതെ വിടുവോ? അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഹെഡ്സെറ്റ് വയ്ക്കുക. എൻ്റെ വായന കയ്യിൽ നിന്ന് പോകും. ഓക്കെ, എനിക്ക് മനസ്സമാധാനം ഉണ്ട് കേട്ടോ ഒരാളുടെ തന്തയ്ക്ക് വിളിച്ചപ്പം. എന്തായാലും സന്തോഷം. അതായത് നമുക്ക് ഒരു അരുവാൻ തുടങ്ങാം. ഇവൾ എൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ട് കൊണയടിക്കുന്നു. ഞാൻ മറ്റേ സൗണ്ട് തോന്നാം. ഓക്കെ, അംഗീകരിച്ചിരിക്കുന്നു. നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപിന്റെ ഒരു വ്യത്യസ്തമായ ഒരു റോളായിരുന്നു സൗണ്ട് തോമ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചത്. ആ റോളുമായിട്ട് കമ്പയർ ചെയ്ത് തന്നെ സംസാരിച്ചെങ്കിൽ എനിക്ക് സന്തോഷമുള്ളടി. കടയാടി മോളെ, നിന്നെ ആണെങ്കിൽ യാപ്പറാച്ചി നിന്നെ ആരെങ്കിലും എന്തെങ്കിലും കമ്പയറെങ്കിലും ചെയ്യോ? കടയാടി മോളെ, നിന്നെയൊക്കെ പോലത്തെ നാടിന് ശാപം പിടിച്ച ഒരു മനുഷ്യൻ പോലും നിന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനില്ലല്ലോ. നിന്റെ കമന്റ് ബോക്സും മറ്റുള്ളവരുടെ കമന്റ് ബോക്സും എല്ലാം എടുത്ത് നോക്കി ഒരു മനുഷ്യൻ നിന്നെ സപ്പോർട്ട് ചെയ്യാനില്ലല്ലോ. പോയി തീർന്നുകൂടെ എനിക്ക്? നീ എന്ത് ജീവിച്ചിരിക്കുന്നത്? ഭൂമിക്ക് ഭാരമായിട്ട് വർഗീയത നിറഞ്ഞ മതങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്ന വൃത്തികെട്ട സാധനങ്ങളെ. എന്തായാലും തുടങ്ങാം ഒരു അരുവേന്ന്. എന്തടി കടയാടി മോളെ, പറയടി മോളെ. ഓ, നമ്മൾ അംഗീകരിച്ചിരിക്കണേ, നമ്മൾ അംഗീകരിച്ചു. നമ്മൾ സൗണ്ട് തോമന്നെ. നീ മറ്റേ അങ്ങന്ന് ഇറങ്ങി വന്ന അപ്സരസും അരയന്നും അല്ലേ അവിടെ കുനിഞ്ഞിരി പോയി കേട്ടെ. നിന്റെ അച്ഛനെയാണ് അടിച്ച് ആശുപത്രിയിലാക്കിയത്. എനിക്ക് പറയാനൊരു തന്തയുണ്ട്, ഒരു അമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്, കുടുംബക്കാരൊക്കെ ഉണ്ട്. നിനക്ക് തന്തയുണ്ട് അടി, തന്തയില്ലാത്തവളെ. നിനക്ക് തന്തയുണ്ട, തള്ളയുണ്ട, നിനക്ക് കുടുംബക്കാരുണ്ടോ? നിന്നെയൊക്കെ ആരെങ്കിലും മനുഷ്യന്മാരെ അടുപ്പിക്കോടി? ഭൂമിക്ക് ഭാരമായിട്ട് തിന്നും തൂറി നടക്കുന്ന നിന്നെയൊക്കെ പോലത്തെ വെറും പിണ്ടങ്ങളെ നിനക്ക് എന്തിനുള്ള ഊപ്പിലിട്ട് വയ്ക്കാൻ പോലും കൊള്ളത്തില്ല. ലക്കാടയിലും കൊള്ളു, തന്തയില്ലാത്തവളെ. എന്തൊരു ആശ്വാസം. പറ. അമ്മ പറഞ്ഞില്ലോ? നിന്റെ അമ്മ പറഞ്ഞിരുന്നു നീ പിഴച്ചുണ്ടായതാണെന്ന്. ഓക്കെ, നിന്റെ അമ്മ പറഞ്ഞിരുന്നു. നിന്റെ അമ്മ പലവട്ടം പറഞ്ഞതായിരുന്നു നീ പിഴച്ചുണ്ടായതാണെന്ന്. കാരണം ആരാണെന്ന് ഓർമ്മയില്ല. 10-14 സലീം കയറി ഇറങ്ങി ഞെരങ്ങി എടുത്ത് പച്ചു പൂച്ച് ഉണ്ടാക്കിയതാണെന്ന്. അതുകൊണ്ട് സ്വാഭാവികം കോട്ടെ, ആരും ഹെഡ്സെറ്റ് ഉപയോഗിക്കാതെ കാണരുത്. കുട്ടികളും മാറി നിന്നോ. അതാണ്, നിന്റെ തള്ളക്ക് അറിയത്തില്ല നിന്നെ ആരാണ് ഉണ്ടാക്കിയെന്ന്. അതുകൊണ്ടാണ് നിന്റെ തള്ള കടന്ന് മെഴുകുന്നത്. ഇത് ഏത് സാധനം ഉണ്ടാക്കിയതാണ്, ഏതിൻ്റെതാണ് കയറിയതെന്ന് ഒരു പിടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ തള്ള പഞ്ചായത്ത് മുഴുവൻ ഓടി നടക്കുകയായിരുന്നു. ഓക്കെ, ഇപ്പൊ സന്തോഷമായി കാണുമല്ലോ എനിക്ക്. എന്ന് കരുതിയിട്ടായിരിക്കും എന്നോട് പറയാതിരുന്നത്. അത് തന്നെ, എന്നോട് നിന്റെ തള്ള വിളിച്ച സമയത്ത് പറഞ്ഞു നിന്നെ ഉണ്ടാക്കിയത് ആരാണെന്ന് അറിയത്തില്ല, പഞ്ചായത്ത് മൊത്തം കിടന്ന് ഓടി അളിഞ്ഞ് യാവനൊക്കെ വന്ന് കയറി ഇറങ്ങിപ്പോയി. അങ്ങനെ ഉണ്ടായ ഒരു സാധനമാണ്, അതാണ് ഇത് ഇങ്ങനെ ആയിപ്പോയെന്ന് നിന്റെ തള്ള തന്നെ പറഞ്ഞു. പിഴച്ചുണ്ടായത് നീ കേട്ടാ. സന്തോഷമായ എനിക്ക്. നീ വാടി പൊനം വീട്ടിൽ പോയി അന്വേഷിച്ചു നോക്ക്. അടിച്ച് ഹോസ്പിറ്റലിലാക്കിയത് ഇതിന്റെ അച്ഛനെയാ. അയ്യ, പഞ്ച് ഡയലോഗ് എന്നായിരിക്കും കടയാടിയിലെ വിചാരം. എടി തന്തയില്ലാത്ത നിനക്കൊക്കെ തന്തര വില അറിയാൻ മതി. നിന്നെയൊക്കെ ഉണ്ടാക്കിയത് ആരാടി? ആ പിഴച്ചുണ്ടായ നിന്നെയൊക്കെ എന്ത് ചെലവാകും. ആശ്വാസമായ നിനക്ക് കടയാടി മോളെ. നിന്നെയൊക്കെ പോലത്തെ തന്തയ്ക്ക് പറക്കാത്ത പാലം വലിക്കുന്ന മറ്റെടുത്ത മോളുകളെ സമൂഹം വലിച്ചു കീറി ഒട്ടിക്കണം. ഇവിടെ മതങ്ങളെ തമ്മിലടിപ്പിക്കുന്ന, ഇവിടെ നമുക്ക് നമ്മുടെ രാജ്യത്ത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻസ് എന്നുള്ള ഒരു വേർതിരിവ് നമുക്ക് ആർക്കും ഇല്ലടേ. ഞാൻ പള്ളിയിൽ പോവും, കോവിലിൽ പോവും, എല്ലായിടത്തും പോവും. ഓക്കെ, അതൊക്കെ നമ്മൾ അങ്ങനെയാണ്. നമ്മളെ ഫ്രണ്ട്സിൻ്റെ കൂടെ അത്രേ ഉള്ളൂ. ഇപ്പൊ ഞാൻ അമ്പലത്തിൽ പോകുന്ന സമയത്ത് അവിടെ ഷർട്ട് ഇടാൻ പാടില്ല ചില അമ്പലങ്ങളിൽ. അപ്പൊ തമിഴ്നാട്ടിലോട്ടൊക്കെ ഞാൻ പോയപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ അപ്പൊ ഷർട്ട് ഇടാൻ പാടില്ല. നമ്മൾ അവിടെ പോയിട്ട് ഞാൻ ക്രിസ്ത്യാനിയാണ്, എനിക്ക് അവിടെ പോയിട്ട് ഷർട്ട് ഇട്ടേ കയറാൻ പറ്റും? പറയത്തില്ല. ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. ഞാൻ അവിടെ പോയി ഷർട്ട് ഊരിയിട്ടിട്ട് അവർ ആ ആചാരപ്രകാരം നിൽക്കും. അല്ലാണ്ട് നിന്നെ പോലെ അവിടെ പോയി ചെയ്യാൻ പാടില്ലാത്ത ചെയ്ത് ഒരു ഓളം സൃഷ്ടിച്ച് വർഗീയത സൃഷ്ടിച്ച് ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്ന കടയാടി മക്കളെ നിന്നെയൊക്കെ എൻകൗണ്ടർ ചെയ്യണം. നീയൊക്കെ നാടിന് ശാപത്താണ്, ഈ രാജ്യത്തിന് ദ്രോഹികളാണ് നീയൊക്കെ. ഓക്കെ, ഇവിടെ മതങ്ങളെ തമ്മിലടിപ്പിച്ച് കലാപങ്ങൾ സൃഷ്ടിക്കുന്ന നിന്നെയൊക്കെ പോലുള്ള വൃത്തികെട്ട ജന്തുക്കളാണ്. നിന്നെയൊക്കെ കാണാൻ ഇഴ ജന്തുക്കൾ എന്തുകൊണ്ടും ഭേദം. സത്യം.
കടയാടി മക്കള്. ഇനി നിന്റെ ആ വീഡിയോയുടെ താഴെ ഒരു കമന്റ് വന്നിട്ടുണ്ട്, സൗണ്ട് തോമ എന്ന് പറഞ്ഞ് ചിരിക്കുന്ന ഞാജിരാ മെഹരിൻ. എടാ നജീബ്, നിനക്ക് ഉളുപ്പുണ്ടാടാ, ഒന്ന് ആണാട്ടടാ, അല്ലെ പെണ്ണാട്ടടാ, വേഷം കെട്ടി നടക്കാതെ ഉളുപ്പില്ലാത്തട. നിനക്ക് വന്നിട്ട് എന്ത് യോഗ്യതടാ എന്നെ പറയാൻ? ഉളുപ്പില്ലാത്ത ഇവിടെ പോടാ എണീച്ച് വേട്ടവാളിയാ. അവ ഇറങ്ങിയിരിക്കുന്നു, അവൻ കൊണയടിക്കാൻ വന്നിരിക്കുന്നു. ചഞ്ഞ നിനക്കൊക്കെ നാണമില്ലടാ, നാണമില്ലേ? ആണ്, ഞാനൊന്നും പറയുന്നില്ല. മാന്യവും മര്യാദയ്ക്കും ജീവിക്കുന്ന ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് ഈ ഭൂമിയിലുണ്ട്, സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നവർ. എന്നാൽ അവർക്ക് കൂടി അപമാനം ഉണ്ടാക്കാനായിട്ട് നിന്നെയൊക്കെ പോലുള്ള ഓരോന്ന് വേഷം കെട്ടി ഇറങ്ങിക്കൊള്ളു. ഇടയ്ക്ക് നീ എന്താണ് കൊണയടിച്ചത്? പീരീഡ്സ് ആകുന്ന എന്നെ പോലുള്ള സ്ത്രീകൾ, നിനക്ക് എവിടെയാടാ പീരീഡ്സ് ആയത്? കിഴങ്ങ് പറയാന് അവ ഇറങ്ങിയിരിക്കണ് കോണകത്തിലെ വർത്തമാനമായിട്ട്. നിനക്കുള്ള ഞാൻ പ്രത്യേകിച്ച് ഞാൻ തരാം. നീ നിന്നെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നിനക്ക് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ചൊരുക്ക, ആ ചൊരുക്കി ഞാൻ തീർത്ത് തരാം. ഇനി ജസ്നയ്ക്കുള്ള ഒരു കമന്റ് ഞാനൊന്ന് വായിക്കാം. ജസ്ന എനിക്കെതിരെ ഇട്ട വീഡിയോയിലെ, നിനക്ക് എത്ര തന്തയുണ്ട് അത് ഫസ്റ്റ് നിന്റെ അമ്മയോട് ചോദിക്കും. കിട്ടിയല്ലോ ജസ്ന. ഇനി അതിന് താഴെ വേറൊരു കമന്റ്, അവന് പറയാൻ അച്ഛനെങ്കിലും ഉണ്ട്, നിനക്ക് ആരെങ്കിലും ഉണ്ടാടി കണയാണി മോളെ, നാട്ടുകാർ നിന്നോട് ചോദിക്കണം. ഓ സന്തോഷം. ഇനി ഇൻസ്റ്റയില് ഇവക്ക് ഞാനൊരു റിപ്ലൈ എടുത്തിട്ടുണ്ട്, നമുക്ക് ആ റിപ്ലൈ ഒന്ന് കാണാം. എടാ അതുലല്ല. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഷെയർ ചെയ്ത് തന്നുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഒരു ജസ്ന സലീം എന്ന് പറയുന്ന ഒരു ബഹുമാനത്തിന്റെ വീഡിയോ. അപ്പൊ ഈ കടയാടി മോൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗുരുവായൂർ അമ്പലം നടയിൽ പോയിട്ട് കണ്ണന്റെ പേരും പറഞ്ഞു അവിടെ വർഗീയത തുപ്പി ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അജണ്ടയും എടുത്തുകൊണ്ട് വരുന്ന ഒരു കടയാടി മോളാണ് ഇവള്. സത്യം പറഞ്ഞാൽ പക്ക തീവ്രവാദിയാണ് ഇവള്. ഓക്കെ, അതിനപ്പുറം ഇവളെ വേറൊന്നും പറയാനില്ല. കാരണം മതങ്ങളെ തമ്മിൽ അടുപ്പിക്കുക എന്നൊരു അജണ്ടയാണ് ഇവളുടെ ഉള്ളിലുള്ളത്. ഈ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ അടുപ്പിക്കുക. ഇങ്ങനെ മതങ്ങളെ തമ്മിൽ അടുപ്പിച്ചുകൊണ്ട് ഇവളൊക്കെ എന്ത് നേടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. ഞാൻ അങ്ങനെ റീസെന്റ് ഇവളെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഗുരുവായൂർ അമ്പലം നടയിൽ ഇവള് പായസം ഉണ്ടാക്കിക്കൊണ്ട് കണ്ണാ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കെട്ടി എഴുന്നള്ളി പോയി. എല്ലാവരും ഗുരുവായൂരിന് ഇങ്ങോട്ട് പായസം കൊണ്ടുവരുന്ന സമയത്ത് ഞാനിതേ ഗുരുവായൂരപ്പൻ അങ്ങോട്ട് പായസം കൊണ്ട് കൊടുക്കാട്ടോ. അപ്പൊ ഗുരുവായൂർ അമ്പലം നടയിൽ അങ്ങനെ ഇവിടെ നിന്ന് ആരും പായസം കൊണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ വാങ്ങത്തില്ല, അങ്ങനെ കൊടുക്കാൻ പാടില്ല. അപ്പൊ ഇവള് പ്രകസനത്തിന് വേണ്ടിയിട്ടും റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും മതങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ടും കാണിച്ച ഒരു കടയാടി പരിപാടി ഞാൻ എന്ത് ചെയ്ത് വലിച്ച് പൊളന്ന് കീറി വെച്ചിട്ടുണ്ടായിരുന്നു എന്റേതായ രീതിയിൽ. ഞാൻ യൂട്യൂബിൽ ആ വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊന്ന് പോയി കാണുക, അതുപോലെ എന്നെ ഫോളോയും ചെയ്യുക. ഓക്കെ, അപ്പൊ റീസെന്റ് അവൾ അതിനുശേഷം എനിക്കൊരു റിപ്ലൈ തന്നിട്ടുണ്ട്. അപ്പൊ തന്തയില്ലാത്ത ജസ്ന സലീം, അതായത് 13-14 തന്തമാര് വന്ന് കയറി ഇറങ്ങി പോയെന്നാണ് ഇവളുടെ അമ്മ പറയുന്നത്. ഇവളുടെ അമ്മ അങ്ങനെ ഒരു കാര്യം പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ഇനിയിപ്പോൾ അതിനെ നിഷേധിക്കാൻ പറ്റത്തില്ല. അവൾ അമ്മ പറഞ്ഞ സ്ഥിതി നമ്മൾ കൂടുതൽ അവളെ വലിച്ചു കയറുന്നത് ശരിയല്ല. ഓക്കെ, 13 സലീമോ 14 സലീമോ എന്തോ അന്നുണ്ടായിരുന്നു ആ രാത്രിയിൽ. അത് ഏതിൻ്റെതാണ് കയറിയതെന്ന് ഓർമ്മയില്ല എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. ആ സ്ഥിതിക്ക് എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. ജസ്ന സലീമിനെതിരെ ഞാനൊരു വീഡിയോ ഇട്ടതിന് ശേഷം ജസ്ന കൊച്ച് എനിക്കെതിരെ ഒരു വീഡിയോ ഇട്ട് കാണാം. എടാ അതുലല്ല, സോറി, സൗണ്ട് തോമേ. ഓ എന്തോ നമ്മൾ സൗണ്ട് തോമയൊക്കെ തന്നെയാണ്. പിന്നെ വേറൊരു കേസ്, സൗണ്ട് തോമയെന്ന് വിളിച്ചപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ഒരു അംഗീകാരമായിട്ടാണ് തോന്നിയത്. ജനപ്രിയ നായകൻ ദിലീപിന്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടർ അഭിനയിച്ച ഒരു പടമാണ് ഈ സൗണ്ട് തോമ. അതിൽ ആ ക്യാരക്ടറുമായിട്ട് കമ്പയർ ചെയ്ത് തന്നെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അഭിമാനിക്കുകയാണ്. വാ, താങ്ക് യു. അടുത്ത് നീ പറ, അടുത്താണ് നിനക്കുള്ള മറുപടി എനിക്ക് തരാനുള്ളത്. തന്തയില്ലാത്തവളെ, നിന്റെ അച്ഛനെയാണ് അടിച്ച് ആശുപത്രിയിലാക്കിയത്. എനിക്ക് പറയാൻ ഒരു തന്തയുണ്ട്, ഒരു തള്ളയുണ്ട്. നിനക്ക് അതുപോലും ഇല്ല. നിന്റെ അമ്മയുടെ ചോദിച്ചപ്പോൾ നിന്റെ തന്ത ആരെന്ന് അറിയത്തില്ല. 13 പേരുണ്ടായിരുന്നു. ഇതിൽ ഏതിൻ്റെതാണ് കയറിയത്? എല്ലാം കയറി ഇറങ്ങിപ്പോയി. അതിൽ ഏതിൻ്റെതാണ് അകത്തോട്ട് കയറിയതെന്ന് അറിയാൻ പാടില്ലെന്നാണ് നിന്റെ തള്ള പറഞ്ഞു. ആ സ്ഥിതിക്ക് ഞാൻ എന്ത് പറയാനാ മോളെ? നീ പറ മോളെ. അമ്മ പറഞ്ഞില്ലയോ? ആടി, നിന്റെ അമ്മ പറഞ്ഞു, നിന്റെ അമ്മ അതിനെ പറഞ്ഞു 13 പേര് കയറി ഇറങ്ങിപ്പോയി, അതിൽ ഏതിൻ്റെതാണ് അകത്ത് പോയതെന്ന് ഓർമ്മയില്ല എന്നാണ് നിന്റെ തള്ള പറഞ്ഞത്. പിന്നെ ഞാനിനി എന്ത് പറയാനാണ്? നിന്റെ തള്ള ആ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് ഞാനിനി എന്ത് പറയാനാണ്? നിങ്ങളുടെ കുടുംബകാര്യം. എനിക്ക് അതൊന്നും പബ്ലിക്കിൽ കൊണ്ടിട്ട് സംസാരിക്കാൻ താല്പര്യമില്ല ജസ്നെ കൊച്ച്. നീ പറ, അമ്മ ആരാന്ന് വെച്ചിട്ട് പറയാ എന്ന്. നിന്റെ അമ്മ ആരാണെന്ന് നിനക്കറിഞ്ഞൂടെ? ഇനി അതും ഇല്ലേ നിനക്ക്? നിനക്ക് ഈ പല തന്തയ്ക്ക് പറഞ്ഞതാണെന്ന് അറിയാം, നീ പല തള്ളയ്ക്കും പറഞ്ഞു. അതെങ്ങനെയാണ് ഇതെല്ലാം കൂടി? എന്ത് ഇത് യാത് യൂണിവേഴ്സിലെ കൊച്ചു കള്ളി പല തന്തയ്ക്ക് പറഞ്ഞതാ നീ കാണിക്കുന്നുണ്ടോ? എനിക്കറിയാം. കരുതിയിട്ടായിരിക്കും എന്നോട് പറയാതിരുന്നത്. നിന്റെ തള്ള എന്റെ അടുത്ത് എല്ലാ കഥയൊന്നും പറഞ്ഞില്ലടി. നീ പല തന്തയ്ക്ക് പറഞ്ഞതെന്ന് മാത്രമേ പറഞ്ഞോളൂ, ബാക്കി അവർ പറയുന്നില്ല. 13 സലീം അല്ലാണ്ട് വേറെ ഏതെങ്കിലും മുസ്തഫയാ ഔറാപ്പച്ചനൊക്കെ തോമസ് കുട്ടിയൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തോ നിന്റെ തള്ള എന്തോ ഓടി കിടന്ന് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിച്ചത്. വീട്ടിൽ പോയി അന്വേഷിച്ചു. ഓ, നിന്റെ വീട്ടിൽ ഞാൻ ഇനി വന്നിട്ട് വേണം അടുത്ത് നിന്റെ വീട്ടിലുള്ളവർ പറയും ഞാൻ നിന്റെ തന്തയെന്ന്. എനിക്ക് ഇതുപോലത്തെ ഒരു വൃത്തിയുടെ സാധനത്തിന് ഒന്നും മോളായിട്ട് എനിക്ക് വേണ്ട. ഇതുപോലത്തെ അയ്യേ ഞാൻ ഇത്രക്കാരൻ അയ്യേ നിന്റെ തള്ളയും തന്തയും പോലെ ഞാൻ കഴിപ്പണ്ട സാധനമൊന്നുമില്ല. അടിച്ച് ഹോസ്പിറ്റലിലാക്കിയത് ഇതിന്റെ അച്ഛനെയാ. നിന്റെ അച്ഛനെപ്പോഴും അടിച്ച് ഹോസ്പിറ്റലാക്കി. എടി തന്തയില്ലാത്ത നിന്റെ 13 തന്ത വരെ അടിച്ച് ഹോസ്പിറ്റലാക്കി അടി. ഇങ്ങനെ ഒരു സാധനം. എന്തായാലും തന്തയ്ക്ക് പറക്കാത്ത ജസ്ന കൊച്ചെ, എനിക്ക് നിന്നോട് ഒരു കാര്യമേ പറയാനുള്ളൂ. ആദ്യം പോയി നിന്റെ തന്തയെ കണ്ടുപിടി, അല്ലാണ്ട് ചുമ്മാ കിടന്ന് കാണാക്കൊണ്ടാണ്. ഇനി ഇതിന്റെ ഒരു കമന്റ് ഉണ്ടായിരുന്നു, ഒരു ഹൈലൈറ്റ് കമന്റ് ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കാം. സൗണ്ട് തോമ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നജീബ് അളി, അതായത് ലീഗൽ നെയിം നജീബും മറ്റേ അൺഒഫീഷ്യൽ നെയിം ആയിട്ട് ഒരു സാധനം ഉണ്ടല്ലോ, നാസുറ മെഹറിൻ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. നജീബ് അളിയാ, നീ പോയി വല്ല മണി അടിച്ചോണ്ടിരി കേട്ടാ. കുയിലിന്റെ മണിനാദം കേട്ടു, കാട്ടിൽ കുതിരയുടെ കുളമ്പടി കേട്ടു, അങ്ങനെ മണി വല്ല അടിച്ചോണ്ടിരി. നിനക്ക് അതാണ് പറ്റിയ പരിപാടി. അയ്യോ, ആദ്യം സ്വന്തം ഐഡന്റിറ്റിയിൽ നടടാ. ആണായിട്ട് ജനിച്ച ആണായിട്ട് നട, പെണ്ണായിട്ട് ജനിച്ച പെണ്ണായിട്ട് നട. ഇതൊരു മാതിരി കുയിലിന്റെ
ഇനി ജസ്നെ കൊച്ചിന് ഒരു കമന്റ് റിപ്ലൈ വന്നിട്ടുണ്ട്, അതൊന്ന് വായിക്കാം. നിനക്ക് എത്ര തന്ത ഉണ്ട് അത് ഫസ്റ്റ് നിന്റെ അമ്മയോട് ചോദിക്കും. എന്തുവാ ജസ്നെ നീ ഇതൊക്കെ വാങ്ങി കൂട്ടുന്നത്? അവന് പറയാൻ അച്ഛനെങ്കിലും ഉണ്ട്, നിനക്ക് ആരാ ഉണ്ട് എന്ന് എന്നെ നാട്ടുകാർ ചോദിക്കുന്നു. അപ്പൊ തന്തയില്ലാത്ത ജസ്നെ കൊച്ചെ, എനിക്ക് നിന്നോട് കൂടുതലൊന്നും പറയല്ല, പോയി ഇരുന്ന് കമന്നിരുന്നേ. ആദ്യം നിന്റെ തന്തയെ കണ്ടുപിടി കേട്ടാ. തന്തയില്ലാത്ത ആളെ 13-14 തന്തയ്ക്ക് ഉണ്ടായിട്ട് അവൾ വന്ന് കൊണവണെന്ന് പറയുന്നത് കഷ്ടം ജസ്ന, കഷ്ടം. ഞാൻ തന്നെ നിന്നെ ഇങ്ങനെ വിമർശിച്ച് ഞാൻ തന്നെ വീണ്ടും ഇരുന്ന് കാണേണ്ട ഒരു അവസ്ഥ ഒന്നല്ല ഇനി. അയ്യോ, ഞാൻ വിചാരിച്ച് നിന്റെ കമന്റ് ബോക്സിൽ നിനക്ക് സപ്പോർട്ടൊക്കെ മെഴുകുന്നതായിരിക്കുന്നു. ഞാനേ നിന്റെ കമന്റ് ബോക്സിലെ കുറച്ച് കമന്റ്സ് ഒന്ന് വായിക്കാം. കണ്ടപ്പോൾ കണ്ണുകളിൽ പോയി. കാണാം കേട്ടോ. അപ്പൊ തുടങ്ങാം കേട്ടോ. ഈ പൂമോളുടെ ലക്ഷ്യം ഹിന്ദു മുസ്ലിം വർഗീയത. ഇവളെ കരുതിയിരിക്കുക. 1 രൂപ പോലും ഇവൾക്ക് ആരും കൊടുക്കരുതേ പ്ലീസ്. എല്ലാവരും പരമാവധി ഇവളുടെ കമന്റ് ബോക്സ് വന്ന് കമന്റ് ചെയ്യുന്നത് ഒഴിവാക്കുക. പച്ച വർഗീയതയാണ് ഇവളുടെ മെയിൻ ബിസിനസ്. അതിന് മതേതര കേരളം കൂട്ടുനിൽക്കരുത്. എല്ലാവരും ഇവളെ പോലുള്ള നാടിന്റെ നാശത്തിനായി ജന്മം കൊണ്ട സാമൂഹ്യ ദ്രോഹികളുമായി അകലം പാലിക്കുക. രാജ്യ പുരോഗതിക്കായി ശ്രദ്ധേയനാകുക. കേട്ടാടാ? എടാ കടയാടി മോളെ, നിന്നെ പറ്റിയിട്ട് ഇതാണ് നാട്ടുകാരുടെ അവസ്ഥ. അയ്യേ, നിന്റെ കമന്റ് ബോക്സിൽ പോലും നിനക്ക് സപ്പോർട്ടില്ലല്ലോ. എന്തുവാടി, നിന്റെ അവസ്ഥ വളരെയധികം കഷ്ടമാണ്. പോടി കൂതറെ, അടിക്കാൻ നീ നിന്റെ മരം കൊത്തി മകനും വാ. പൂമോളെ, എടി പൂമോളെ, അതിന്റെ അമ്മ ആരാണെന്ന് അതിന് അറിയാം. പക്ഷെ നിന്റെ അമ്മ ആരാണെന്ന് തനിക്കറിയാമോ? ആദ്യം പോയി നിന്റെ അമ്മ ആരാ, അച്ഛൻ ആരാ, നിന്റെ ഹസ്ബൻഡ് ആയിരുന്നു, നീ ആദ്യം വീട്ടിൽ പോയി അറിയും. നിനക്ക് എത്ര അമ്മയുണ്ട്, എത്ര അച്ഛനുണ്ട്, എത്ര ഹസ്ബൻഡുണ്ട്. കണ്ടവനൊക്കെ പറയുന്ന നീ ഏതാ അവനോട് പ്രതികരിക്കാനുള്ള ശേഷി തനിക്കില്ല. നീ വെറും ഭൂരങ്ങളെ. നിന്റെ ഹസ്ബൻഡ് പേര് സലീം എന്നാണ്, എൻ്റെ പേര് ലാസ്റ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷെ നീ ഇന്ന് ജീവിക്കുന്നത് ഏതോ ഒരു ഭൂമോന്റെ കഞ്ഞി താമസവും കിടത്തവും എല്ലാം അവൻ്റെ ആരാണെന്ന് നിനക്ക് പോലും അറിയില്ല. ആദ്യം കണ്ടുപിടിക്ക്, എന്നിട്ട് അതിനോട് നീ സംസാരിച്ചാൽ മതി. നിനക്ക് സംസാരിക്കാൻ യോഗ്യതയില്ല ഭൂമോളെ. സന്തോഷായി. തള്ളച്ചിന്റെ കോലം നോക്ക്, വായ തവള പോലെ ഉണ്ട്. എന്നെ സൗണ്ട് തോമയെന്ന് വിളിച്ച് നിന്നെ തവള എന്നൊക്കെ നാട്ടുകാർ വിളിക്കണം. എന്താ അവസ്ഥ? ഡെഫിനറ്റ്ലി മോള് നിന്റെ തന്തയാ. കണ്ണു മോന്തയും കണ്ട അന്നത്തെ ദിവസം പോയി. വൃത്തികെട്ട ജന്മം. സത്യത്തിൽ അടി കിട്ടിയോ? നിനക്ക് കിട്ടിയോന്നായിരിക്കും. ഒന്ന് പോവേ. ഇവളുടെ ഓരോ ഉടായ്പ്. കണ്ണന് പായസം കൊടുത്ത് നമ്പൂതിരിമാർ ഉണ്ടാക്കുന്ന അമ്പലത്തിൽ അത് നിവേദ്യം ചെയ്യുന്നു. ഇവൾ പച്ചക്കള്ളം പറയുന്നു. ഇനിയും ഇഷ്ടം പോലെ പറയും ആൾക്കാർ. അതിൽ സത്യമില്ല. നീ എന്താണ് വിചാരിച്ചത്? നിന്റെ വിചാരം ഹിന്ദു മുസ്ലിം ഞങ്ങളെ വഴിതെറ്റിക്കുന്നതിനായി. ഞാൻ കൊച്ചിക്കാരൻ, അവിടെ മുസ്ലിമുണ്ട്, ക്രിസ്ത്യനുമുണ്ട്, ഹിന്ദുവുമുണ്ട്. നീ ഒന്നിലും ഇല്ല. പിന്നെന്താ? ജയ് ഹിന്ദ്. നമ്മൾ ഒറ്റക്കെട്ട. ഇവിടെ ജാതി മതവും കോപ്പും ഒന്നുമില്ല. നിന്നെ പോലെയുള്ള വർഗീയ വിഷങ്ങൾ, അതായത് ജസ്നയെ പോലെയുള്ള വർഗീയ വിഷങ്ങൾ വന്ന് വർഗീയത തുപ്പിക്കഴിഞ്ഞാൽ മാത്രം തമ്മിൽ തല്ലി തീരുന്നതല്ല നമ്മൾ ഇന്ത്യക്കാർ. കേട്ടാടി പന കടയാടി മോളെ. ഒരാൾ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ. മഴ കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറെ ആളുകളുണ്ട്. അവരെ സഹായിക്കാൻ നോക്കൂ പറ്റുമെങ്കിൽ. പോടി മതങ്ങളെ തമ്മിൽ തെറ്റിക്കുന്ന ശാപം. കൊയിലാണ്ടി കക്കൂസ്. കിളവി നിർത്തി നാശം. ഇവളെ അടിച്ചിട്ടില്ല എന്നാൽ അത് ഉടനെ ഉണ്ടാകും. ഞാൻ അവന്റെ മതം എടുത്ത് കളിക്ക്. ക്ഷേത്രവും പള്ളിയും വിശ്വാസികൾക്ക് ഉള്ളത് ആണ്. മതങ്ങളെ തള്ളിപ്പറയുന്ന ആയി ഞങ്ങൾക്ക് ഉള്ളതല്ല. ദൈവം ഇത് മതങ്ങൾ പറഞ്ഞ് തമ്മിലടിക്കല്. ഈ ഒരു പൂമോള് വന്ന് സംസാരിച്ചെന്ന് പറഞ്ഞു. നിനക്ക് മാത്രമേ നാട്ടിൽ അമ്മയും ഉമ്മയും ഒക്കെ ഉള്ളൂ. വേറെ ഒക്കെ അമ്മയും ഉമ്മയും ഒക്കെ ഇങ്ങോട്ട് പോയി, അന്തരീക്ഷത്തിലോട്ട് മാത്രം. ഈ ലോകത്ത് ഉമ്മ എന്താ? അപ്പോൾ ഒരെണ്ണത്തിന് പടച്ചിറ സമ്മതിച്ചു കൊടുക്കണം. ഇവളെ വിചാരം ഏതോ കൊമ്പത്തുള്ളതാണ്. ആ ഒരു അസുഖം വന്നാൽ തീരാവുന്നതേ ഉള്ളൂ ഈ കഴപ്പൊക്കെ. നിനക്കും എനിക്കും അത് മനസ്സിലായി ജീവിക്കാം. ഇവൾക്ക് നല്ല തെറി കേട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഓക്കെ, ശരിക്കും നിന്റെ ഉദ്ദേശം എന്താണ് മനസ്സിലാവുന്നില്ല. എല്ലാവരും ഇവളുടെ തള്ളയെ പോലെയാണെന്ന് അവളുടെ വിചാരം. സന്തോഷം. അപ്പൊ നിന്റെ അമ്മയോ? അടികിട്ട് കൊയിലാണ്ടി ആശുപത്രിയിലേക്ക് റെസ്റ്റ് എടുത്ത് കാമുകാൻ ആരുടെ കൂടെ? ശരിക്കും ഇവൾ ആരാ? നിനക്കുള്ളത് വൈകിട്ട് കിട്ടും. വെറുതെ വീണ്ടും പുണ്യ സ്ഥലത്ത് ഇഷ്യൂ ഉണ്ടാക്കാനായിട്ട് പോണം. നീയാണ് ചത്തുപോയിരുന്നെങ്കിൽ ഇതൊക്കെ കേൾക്കേണ്ടി വരില്ലായിരുന്നു. സത്യം. തീവണ്ടിയിൽ കക്കൂസ് പോലത്തെ നിന്റെ വാ തുറക്കല്ലേ, ബോധം കെട്ടുപോകും. ആ സ്ത്രീക്ക് ഈ കൂതറ അവനമാണ്. കടന്നുപോടി, ക്ലോസറ്റ് മോറി. നിന്നെ കാലന് പോലും വേണ്ടാന്ന് കൊല്ലാണ്ട്. ഇപ്പൊ ശവ എത്ര പോടി തേ പിടിച്ച് പലതും. എന്തുവാടി? നിന്റെ കമന്റ് ബോക്സ് പോലും നിനക്ക് സപ്പോർട്ട് ഇല്ലല്ലോടി. നീ വേറെ യൂണിവേഴ്സ് ആടി.
ഇതാണ് അവസ്ഥ. ഇതാണ് ജസ്റ്റിനെ കൊച്ചിന്റെ അവസ്ഥ. എടിക്കാണേടി മോളെ, നിന്നെ ചീത്ത വിളിക്കാനുള്ള ലൈസൻസ് നീ എനിക്ക് തന്നു. നീ എൻ്റെ വീട്ടിലുള്ളവർ എന്നെ ചീത്ത വിളിച്ച് അന്ന് മുതൽ നിന്നെ ചീത്ത വിളിക്കാനുള്ള ലൈസൻസ് നീ എനിക്ക് തന്നു. ഇനി നീ എന്താന്ന് വെച്ചാൽ ഉണ്ടാക്കി. ഇനി ഞാനൊരു വോയിസ് കൊടുക്കാം. ഒരു ലേഡി നിന്നെ പറ്റി പറയുന്ന കുറച്ച് നല്ല നല്ല വാക്കുകളാണ്, ഭംഗിയുള്ള വാക്കുകളാണ്, കേൾക്കാം. അതിലെ ജസ്റ്റിന സലീം എന്ന് പറയുന്ന സ്ത്രീ, അവളെ സ്ത്രീ എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. ഇവളെന്താണ് ഉദ്ദേശിക്കുന്നത്? മത തീവ്രവാദമാണോ? ഹിന്ദു മുസ്ലിംസിനെ തമ്മിൽ അടിക്കാനുള്ള പരിപാടിയാണോ? ഇവൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഇവൾ ചെറുപയർ പരിപ്പ് പായസം, കണ്ണന് ചെറുപയറിനേക്കാളും കണ്ണന് ഇഷ്ടം എന്താണെന്നുള്ളത് പാൽപ്പായസമാണ്. അതെല്ലാവർക്കും അറിയാം. ഹിന്ദു മുസ്ലിം ആർക്കായാലും അറിയുന്നൊരു കേസാണ് കണ്ണന് ഇഷ്ടം പാൽപ്പായസം. അപ്പം ചിലപ്പോൾ ചോദിക്കും, നിൻ്റെ കൂടെ പറഞ്ഞോന്ന്. ആരും പറയണ്ട, ഞാനൊരു ഹിന്ദുവാണ്, എനിക്കറിയാം. ഓക്കെ, അവൾക്ക് അവളെ കാര്യങ്ങളായിട്ട് പോയാൽ പോരെ. ഈ ജസ്ന സലീം എന്ന് പറയുന്ന വ്യക്തിക്ക് അവളെ റീൽസും വീഡിയോസും കാര്യങ്ങളായിട്ടും ഒക്കെ അവൾ കണ്ണനെ വരയ്ക്കുന്നുണ്ട്, നല്ല കാര്യം, ഇല്ലെന്ന് പറയുന്നില്ല, നല്ല കാര്യം. എനിക്ക് വരയ്ക്കാൻ പറ്റത്തില്ല, എനിക്ക് അതിനുള്ള കഴിവില്ല. ചിലർക്ക് അങ്ങനെയുള്ള കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്, അതിലൊരു കലാകാരിയായിട്ട് ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഇവൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? മറ്റുള്ളവരെ എന്താ പറയുക, ഈ ഹിന്ദുക്കളെ തമ്മിൽ തല്ലിക്കുക, ഇതായിരിക്കും ഇവളെ ഉദ്ദേശം. ഇതിന് എനിക്ക് എന്ത് വന്നാലും എനിക്ക് പ്രശ്നമില്ല, ആരും എന്നെ ചൊറിയ വന്നാലും എനിക്കത് പ്രോബ്ലമില്ല. ഇവൾ എന്താണ്, ഹിന്ദുക്കളെ കൂടി പറയിപ്പിക്കാനാണോ? ഞങ്ങളെക്കാട്ടിയും കൂടുതലൊന്നും വരത്തില്ല, ഞാൻ ഇതൊരു മതത്തിൻ്റെ ഇതിൽ പറയുന്നില്ല, ഞങ്ങളെക്കാട്ടിയും വരുമോ? ഇവൾ ജനിച്ച് വളർന്ന ഒരു മത സംസ്കാരം ഇവൾക്ക് ഉണ്ട്. ഞാനിതിൽ ജാതിയോ മതമോ ഒന്നും പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളല്ല. ഞാൻ ഇന്നുവരെ ആരുടെ അങ്ങനെ ഒരു വേർതിരിവ് കാണിച്ചിട്ടില്ല. നീ ഇന്ന ജാതിയാണ്, ഞാൻ അങ്ങനെ ഒരാളടുത്തും കാണിച്ചിട്ടില്ല. ഞാൻ ആരുടെ ജാതി ചോദിക്കാനും പറ്റില്ല. പക്ഷേ ഇത് കാണുമ്പോൾ സീരിയസ്ലി ഞാൻ പറയണ, എനിക്ക് അവളെ പിടിച്ച് അടിക്കാനുള്ള ദേഷ്യം എനിക്കുണ്ട്. കാണിക്കുന്നതിനൊരു മര്യാദയുണ്ട്. നല്ല വേണ്ട. അല്ല, ഇവളെ വീട്ടിൽ നിയന്ത്രിക്കാൻ ആരുമില്ല. ഇവളാ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട്. ഓക്കെ, നീ വന്ന് കണ്ട് തൊഴുത് പൊയ്ക്കോ, അതിൽ പ്രശ്നമില്ല. നീ ആർക്ക് വേണോ വന്ന് കണ്ണനെ കാണാം, അവിടെ എഴുതിയൊന്നും വെച്ചിട്ടില്ല. ഇവൾ പോകുന്നുമുണ്ട്, അവരാരും തടയുന്നില്ല. ഇടയ്ക്ക് എന്തോ പ്രശ്നം ഉണ്ടായെന്നുള്ള മാത്രമേ എനിക്കറിയുള്ളൂ. ഇവളെ കാര്യമായിട്ട് ഞാൻ കൂടുതലൊന്നും കാണാൻ നിൽക്കത്തില്ല. ഫസ്റ്റ് കാണാൻ തന്നെ ഞാൻ മാറ്റിക്കളയും. ഇവളെ ഫേസ് കാണുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ അറപ്പാണ്, വെറുപ്പാണ്. ഞാനും ഒരു പെണ്ണ് തന്നെയാണ്. പക്ഷെ കാണിച്ച് കൂട്ടുന്ന പ്രവൃത്തികൾ അത്രത്തോളം നീചമായ പ്രവൃത്തികളാണ് കാണിക്കുന്നത്. ആൾക്കാരെ തമ്മിൽ തെല്ലിക്കുക, ഒട്ടും മനസ്സിലാവുന്നില്ല. എന്താണ് ഇവള് പ്രശ്നമെന്ന് പോലും അറിയത്തില്ല. നീ നിൻ്റെ കാര്യങ്ങളായിട്ട് പോ, ആരും അവളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നില്ലല്ലോ. ഇവള് മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്, മനുഷ്യരിൽ ഇവള് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. എടി, അപ്പോൾ ഇങ്ങനെ നിനക്കുള്ളതൊക്കെ കിട്ടുന്നില്ലേ? നാട്ടുകാരൊക്കെ നല്ല വയറിറച്ച് തരുന്നില്ലേ? വാങ്ങിച്ചു കൂട്ടിക്കൊണ്ടിരുന്നു. സന്തോഷം. പിന്നെ നദിറ മെഹറിൻ എന്ന് വ്യാജ പേരിൽ നടക്കുന്ന നജീബേ, എടാ പോടാ. ആദ്യം നടക്കാൻ ശ്രമിക്കും, പിന്നെ വന്നിട്ട് ബാക്കിയുള്ളവരുണ്ടാക്കാൻ വെക്ക്. നീയൊക്കെ മറ്റേ സമൂഹത്തിൽ ഇറങ്ങിയിട്ട് വലിയ വലിയ കോര ഉണ്ടാക്കി പ്രസംഗിക്കുന്ന കുറെ കണയന്മാരല്ലേ നീയൊക്കെ? അത് ആണാണെങ്കിൽ നട, പെണ്ണാണെങ്കിൽ പെണ്ണാണെന്ന് ആ ഒരു രീതിയിലാണ്. എന്നിട്ട് വന്ന് വേഷം കെട്ടി നടന്നിട്ട് കൊണ ഇങ്ങോട്ടടിക്കുന്നു. നീ പോടാ വാപ്പിളിപ്പല്ലേ. അപ്പോൾ ശരി, എല്ലാവർക്കും സന്തോഷമായില്ലേ? കിട്ടിയവർക്കും കിട്ടാത്തവർക്കും ഇനി ആർക്കും കിട്ടാണ്ടെങ്കിൽ വാ, അടുത്ത് തരാം. എന്നെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ ഞാൻ തരും. കാരണം എടാ, വീട്ടിലുള്ളവരെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ നിന്റെ തന്ത, നീ ആണോ പെണ്ണോ ഒരു ആനമയിലോട്ടവും ഞാൻ നോക്കത്തില്ല, വിളിച്ചിരിക്കും കേട്ടെ. പേഴ്സണലാണ് അയച്ചിരുന്നെങ്കിൽ നീ ഇന്നും പൂരത്തിറുകൾ കേട്ടോണ്ട് പോയാനെ. ആര്? ജസ്ന സലീം. നിനക്ക് പുറത്തു വിടാനായിട്ട് എൻ്റെ ഞെട്ടിക്കുന്ന വോയിസ് കിട്ടിയല്ലേ കേട്ടാ. അപ്പം ശരിടാ, ജസ്ന സലീമും കൂടെ നിൽക്കുന്ന നജീബ് കഷ്ടം, പരമ കഷ്ടം, എച്ചിപ്പറക്കാൻ ജിമ്മികൾ. അപ്പം ശരി, കാണാം, ബൈ.